മലയാള സിനിമ 100 വർഷം തികയ്ക്കാൻ പോവുകയാണ്. നമുക്ക് ശേഷം സിനിമ ഉണ്ടായ ഇടങ്ങളിൽ പോലും ചിലയിടത്തൊക്കെ സിനിമ നയം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നയം എന്നത് അതാത് ഗവൺമെൻറ്റുകളുടെ ആ മേഖലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഒപ്പം ഒരു നയം രൂപീകരിക്കപ്പെടുന്നതിലൂടെ ആ മേഖലയെ സംബന്ധിച്ച സമഗ്രമായ വികസനം, ഒരു സുസ്ഥിര വളർച്ച, ആ മേഖലയെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിരിക്കും ഒരു നയ രൂപീകരണത്തിലൂടെ സാധ്യമാകുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സിനിമ വ്യവസായം എന്നൊക്കെ നമ്മൾ പറയുന്നു എങ്കിൽ പോലും ഒരു ഔദ്യോഗികമായി ഒരു സിനിമ വ്യവസായം എന്ന രീതിയിൽ അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യവസായ പദവി സിനിമയ്ക്ക് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് മനുഷ്യരുടെ ഒരു തൊഴിൽ ഇടമാണിത്. ഒരുപാട് പേർ ഇതൊരു ഉപജീവന മാർഗമായി കണ്ട് ഈ മേഖലയിൽ ആയിരക്കണക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൃത്യമായ ചില വ്യവസ്ഥകളും കാര്യങ്ങളുമെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ആ ഇൻഡസ്ട്രി എന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷനിലേക്ക് അത് വരുമ്പോൾ, ഒരു വ്യവസായം എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുമ്പോൾ സാധാരണ നമ്മുടെ വ്യവസായങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും എല്ലാം ആ മേഖലയ്ക്ക് കൈവരികയാണ്. നമുക്ക് നമ്മുടെ എല്ലാ മേഖലകൾക്കും ഓരോ നയമുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു വിദ്യാഭ്യാസ നയമുണ്ട്, നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ആരോഗ്യ നയമുണ്ട്, എക്സൈസ് മേഖല, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകൾക്കും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു നയം ഉണ്ടാകും. സ്പോർട്സിൻ്റേതായ ഒരു നയമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ സിനിമയുടേതായ ഒരു നയം പ്രഖ്യാപിക്കപ്പെടുകയാണ്. അത് 100-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ മലയാള സിനിമയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു വലിയ സമ്മാനമായിട്ട് കാണണം. കാരണം ഇത് ആ സിനിമാ മേഖലയിൽ ഉള്ള എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരമാകുന്നു. സിനിമയിൽ ഒരു സേവന വേതന വ്യവസ്ഥകൾക്ക് ഒരു കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാകുന്നു. സിനിമയിലുള്ള ഏറ്റവും അടിസ്ഥാന വിഭാഗം എന്ന് പറയാവുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ മുതൽ സംരക്ഷിച്ചുകൊണ്ട് സിനിമയുടെ എല്ലാ തട്ടുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു നയ രൂപീകരണത്തിനാണ് സംസ്ഥാന സർക്കാർ, സാംസ്കാരിക വകുപ്പ് അതിനാണ് തയ്യാറായിട്ടുള്ളത്. നമുക്ക് നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ, വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കോൺക്ലേവ് ഇവിടെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞ ഒരു ഷാജി കരുൺ സാറ് ജീവിച്ചിരുന്ന സമയത്താണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനൊരു നയരൂപീകരണത്തിന് തുടക്കമായത്. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികൾ, വിവിധ സംഘടനകൾ, മറ്റു ചലച്ചിത്ര പ്രതിഭകൾ, ഈ മേഖലയിലെ എല്ലാ വിഭാഗത്തിലും, ചലച്ചിത്രം എന്ന് പറയുന്നത് ഒരുപാട് മേഖലകൾ ഉൾപ്പെട്ടതാണ്, ആ മേഖലയിലെ എല്ലാ പ്രതിനിധികളുമായും സംസാരിച്ച് രൂപീകരിച്ച ആശയ സംവാദങ്ങളിലൂടെ ക്രോഡീകരിച്ച കുറേ നിർദ്ദേശങ്ങളും ആശയങ്ങളും അതെല്ലാം ഇപ്പോൾ ഈ കോൺക്ലേവിൽ ഒന്നുകൂടി വ്യക്തത വരുത്തുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ചകളിലൂടെയൊക്കെയാണ് ഒരു കരട് നയം നമ്മൾ രൂപപ്പെടുത്തുന്നു. അത് ഒരു നിരവധി ചർച്ചകൾ, ഇനിയിപ്പോൾ ഈ ഒരു 2 ദിവസത്തെ കോൺക്ലേവ് കൊണ്ട് ഇതൊരു അന്തിമ രൂപത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇതൊരു പൂർണ്ണതയിലേക്ക് വരുന്നത് അതിനൊക്കെ ശേഷം ഒരു പൊതുസമൂഹത്തിൻ്റെ കൂടി, അതിപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം അത് പറയുകയുണ്ടായി, പൊതുസമൂഹത്തിൻ്റെ കൂടി. കാര്യം സിനിമ എന്ന് പറയുന്നത് അവരുടേത് കൂടിയാണ്, അത് ചലച്ചിത്ര പ്രവർത്തകരുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ കൂടിയാണ്. ഓരോ സിനിമയും അഡ്രസ്സ് ചെയ്യുന്നത് ഈ പൊതുസമൂഹത്തെയാണ്. അവരാണ് ഈ ഒരു ഒരു മേഖലയെ തന്നെ നിലനിർത്തുന്നത്. അതുകൊണ്ട് അവരുടെ അഭിപ്രായവും പ്രധാനമാണ്. അപ്പോൾ ആ അഭിപ്രായങ്ങളുമെല്ലാം സ്വരൂപിച്ചുകൊണ്ട് വളരെ ജനാധിപത്യപരമായ രീതിയിൽ ഈ കോൺക്ലേവ് ഇപ്പോൾ അതിൻ്റെ ഇന്ന് തുടക്കമായി, നാളെയും അത് തുടരും. തുടർന്ന് ഈ നിർദ്ദേശങ്ങൾ, സമൂഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ഉണ്ടാകും. അതിലൂടെയൊക്കെയാണ് ഒരു നയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അത് ക്യാബിനറ്റിന് സമർപ്പിക്കുകയാണ്. ഇത് തീർച്ചയായും സിനിമയ്ക്കൊരു പുതിയ ഉണർവുണ്ടാക്കും. ഈ മേഖല
ഏറ്റവും അർത്ഥപൂർണമായും ആരോഗ്യപൂർണമായും പ്രവർത്തിക്കാൻ ഉള്ള ഒരു കരുത്ത് ഈ സിനിമാ നയം രൂപീകരിക്കപ്പെടുന്നതിലൂടെ നൽകപ്പെടും. ഇവിടെയുള്ള ഒരുപാട് വിഷയങ്ങൾ അത് തൊഴിലിടമെന്ന രീതിയിൽ അത് അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇത് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ മുതൽ മുടക്കുന്ന നിർമ്മാതാക്കൾ ഉൾപ്പെടെ അവിടെയുള്ള സർഗ പ്രതിഭകൾ ഉൾപ്പെടെ അവരുടെ എല്ലാം വിഷയങ്ങൾ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും. സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ വിവിധ മേഖലകൾ, സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അനുബന്ധ മേഖലകളും പലതുണ്ട്. ഇപ്പോൾ ടൂറിസം പോലുള്ള മേഖലകൾ തുടങ്ങി വിവിധ മേഖലകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ സിനിമ നയം രൂപീകരിക്കപ്പെടുകയാണ്. അത് തീർച്ചയായും ഈ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി നമ്മുടെ എല്ലാ ആശങ്കകൾക്കും, സിനിമാ മേഖലയെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള പല ആശങ്കകൾക്കും പരിഹാരമാകുന്ന തരത്തിലുള്ള ഒരു സമ്പൂർണ്ണമായ ഒരു നയരേഖയായിട്ട് അത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാകുന്ന തരത്തിൽ കേരളം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചലച്ചിത്ര നയം രാജ്യത്തെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ഇത് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു.